ഞാൻ ഈ ഉപധനാഭ്യർത്ഥന ചർച്ചകളെ എതിർക്കുകയാണ് സാർ. ആദ്യമായി ഞാൻ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം മൺമറഞ്ഞു പോയ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് നൽകാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തതും ഒരുപക്ഷെ ഏറ്റവും വലുതുമായ ആദരവാണ് ആ ജനസമൂഹം നൽകിയത്. അതിനായി ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചയച്ച് ഈ നിയമസഭയിലേക്ക് അദ്ദേഹത്തെ ഞാൻ സാന്ദർഭികമായി സ്വാഗതം ചെയ്യുകൂടി ചെയ്യുകയാണ് സാർ. ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ബഹുമാന്യായ ധനകാര്യമന്ത്രി പലയാവർത്തി ഇവിടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പിരിമുറുക്കങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ പറയണ്ടായി. എന്നാൽ മറുവശത്ത് നമ്മുടെ സംസ്ഥാനത്ത് അതിവ്യാപകമായിക്കൊണ്ടിരിക്കുന്ന അഴിമതി എന്ന് പറയുന്നത് വളരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വിഷയങ്ങൾ ഈ സഭയിൽ ഉന്നയിക്കാൻ അങ്ങടക്കമുള്ളവർ ചേർന്ന് അനുവദിക്കുന്നില്ല എന്നുള്ള ദയനീയമായിട്ടുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പ്രസംഗത്തെ ഇവിടെ മൈക്ക് ഓഫ് ചെയ്ത് തടസ്സപ്പെടുത്തി അവസാനിപ്പിക്കുകയായിരുന്നു, അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ആരുടെയെങ്കിലും വായടച്ചുകൊണ്ട് സത്യങ്ങൾ ഇല്ലാതാവുന്നില്ല സാർ. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഈ നിയമസഭ എന്തിനാണ് ചർച്ച ചെയ്യാൻ മടിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം, അതായത് 12/6/2023 നമ്മുടെ ഈ രാജ്യത്ത് വളരെ സുപ്രധാനമായ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ ഒരു ഓർഡർ പുറത്തു വരികയുണ്ടായി. അതിൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ അഭിമാനം ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ട് നാളിതുവരെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് സംബന്ധിച്ച് ഒരു വാക്കിലൊരു മറുപടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയണ്ടേ? എന്താണ് സാർ ഇത്ര മൗനം? എന്താണ് ഈ മൗനത്തിൻ്റെ അർത്ഥം? ഈ മൗനം എനിക്ക് ഓർമ്മ വരുന്നത് ജൂൺ 28, 2022 ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഒരു അടിയന്തര പ്രമേയത്തിൽ പ്രസംഗിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് പ്രസംഗിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ സുദീർഘമായ മറുപടിയുടെ അവസാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അദ്ദേഹം പെട്ടെന്ന് പറയുകയാണ്, മാത്യു കുഴൽനാടൻ എന്തും അങ്ങ് തട്ടിക്കളയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, മകളെക്കുറിച്ച് പറഞ്ഞാൽ ഞാനങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചോ. എൻ്റെ പ്രസംഗത്തിൽ എവിടെയും ഞാൻ അദ്ദേഹത്തിൻ്റെ മകളെ പറഞ്ഞതായി ഈ 139 പേർക്കും തോന്നിയില്ല. പക്ഷെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ചോദിച്ചു, മകളെ പറഞ്ഞാൽ അങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചോന്ന്. ഇപ്പോഴാണ് സാർ കാര്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം കിടുങ്ങിയിരുന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ് കിടുങ്ങിപ്പോകും ചോദിച്ചത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിനും മറുപടി ഉണ്ടായില്ല. നിങ്ങൾ സാങ്കേതികമായി തുടച്ചു മാച്ചു കളഞ്ഞു. ഇന്ന് ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരുള്ള കമ്പനിയും ചേർന്ന് ഈ കേരളത്തിലെ ഏറ്റവും സബ്സ്റ്റാൻഷ്യൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള, അതായത് ആലപ്പുഴയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ആറാട്ടുപുഴയിലെയും തൃക്കുന്നപ്പുഴയിലെയും പുറക്കാടിലെയും അമ്പലപ്പുഴയിലെയും കരിമണൽ അല്ലെങ്കിൽ ആ തീരദേശം കൊള്ളയടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കമ്പനിയുടെ പക്കൽ നിന്നും 1,72,00,000 രൂപ ബാങ്കിങ് ചാനലിലൂടെ കൈപ്പറ്റി എന്ന ഫൈൻഡിങ് കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഫൈൻഡിങ് കണ്ടെത്തി ഞങ്ങൾ ആ കാര്യം പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മറുപടി ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. ഇതിന് മറുപടിയുമായി വന്നത് ആരാണെന്ന് അറിയില്ലേ? ഇതിന് മറുപടിയുമായി വന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് 2 കമ്പനികൾ തമ്മിലുണ്ടാക്കിയ സുതാര്യമായ ഒരു കരാറാണ്. മക്കൾക്ക് നിയമാനുസൃതമായി ഏത് തൊഴിൽ ചെയ്യുന്നതിന് മറ്റെല്ലാ പൗരന്മാരെ പോലെ അവകാശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണയും ഒരു കൺസൾട്ടിംഗ് കമ്പനി ആരംഭിച്ചത്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണ്. ആ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ നൽകിയ പണമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നു. CPM എന്ന പാർട്ടിക്ക് ഒരു ചരിത്രവും പാരമ്പര്യമില്ലേ സാർ? കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക്, ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് നിങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി CPM എന്ന പാർട്ടി അധപ്പതിച്ചു. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞല്ലോ ഇത് സുതാര്യമായി നടക്കുന്നതാണെന്ന്. ഞാൻ ഈ ഫൈൻഡിങ്ങിന്റെ ഓർഡറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അതായത് അതിന്റെ 7.4 പാരഗ്രാഫിൽ പറയാണ്,
The claim of the assessee should also be seen in the background of other claims that they have made to the payments of politicians. Miss Veena T is the daughter of a prominent politician to whom the other payments have been made as per assessee's own admission. അതായത് വീണ ടി എന്ന് പറയുന്നത് കേരളത്തിന്റെ അധികാരത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന വ്യക്തിയുടെ മകളാണെന്നും അതുകൊണ്ടാണ് ഈ പേയ്മെന്റ് നടത്തിയത് എന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നത് കൊടുത്ത സേവനത്തിന് നൽകിയ പണമാണെന്ന്. എത്രയോ വട്ടം ഇതിൻ്റെ അകത്ത് സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞിരിക്കുന്നു, സാർ ഒരു സേവനവും വാങ്ങിയിട്ടില്ല, ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് ഒരു സേവനവും നൽകാതെ 1,72,00,000 രൂപയുടെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്, ദീസ് ആർ ഇല്ലീഗൽ പേയ്മെന്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി. മിസസ് Exalogic has not provided any services as per the contemporaneous evidences gathered during the search. ഞാൻ ചോദിക്കട്ടെ സാർ, ഈ 1,72,00,000 രൂപ ഇല്ലീഗൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ? അഴിമതി പണം എന്നാണ്. ആ അഴിമതി പണം ഇന്നത്തെ ദിവസം എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ. ഒന്നുകിൽ ഞാൻ പറയുന്നില്ല, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അലമാരയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കിടക്കാണ് സാർ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അതായത് ഈ 1,72,00,000 രൂപ ഇല്ലീഗലായി കൈപ്പറ്റി ഇന്ന് CPM എന്ന പാർട്ടി അതിനെ പരിചയ തീർക്കുകയാണ്. ഞാൻ ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഒരു പാർട്ടിക്കകത്ത് ഇതിനെക്കുറിച്ചൊരു വാചകം പറയാൻ ഒരു നേതാവില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സാർ. യഥാർത്ഥത്തില് CPM എന്ന പാർട്ടി ഇന്ന് കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഈ വലിയ അഴിമതിക്കും തീവെട്ടിക്കൊള്ളയ്ക്കും കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ അകപ്പതിച്ചിരിക്കുകയാണ് സാർ. ഞങ്ങൾക്കിത് പറയാൻ മടിയില്ല, ഞങ്ങൾക്കിത് പറയാൻ ഭയമില്ല. ഭയം നിങ്ങൾക്കാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ CPM എന്ന പാർട്ടിക്ക് ഭയമാണെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ. നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ഈ സഭയിൽ അംഗമല്ലാത്ത ഒരാളെ കുറിച്ച് അടിസ്ഥാനരഹിതമായ ഒരു തരത്തിലും വസ്തുതകളുമായി കുലബന്ധമില്ലാത്ത ആരോപണം ആവർത്തിക്കുകയാണ് സർ. ഈ സഭയിൽ അംഗമല്ലാത്ത ആളുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുകയാണ്. കോടതിയിൽ പോയതാണ് സർ. ഇദ്ദേഹത്തിന്റെ സിൽബന്ധികളും അനുയായികളും കോടതിയിൽ പോയി കോടതി വലിച്ചുകീറി ചവറ്റുകൊട്ടയിലിട്ട ഒരു ആരോപണത്തെക്കുറിച്ച് ഈ സഭാതലത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റ് നിലനിർത്തിയതിന്റെ ധാർഷ്ട്യത്തിൽ ഈ സഭാതലത്തെ ദുരുപയോഗിക്കുകയാണ് രാവിലെ മുതൽ ഈ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ആ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. സഭയിൽ അംഗമല്ലാത്ത ഒരാളെ, ഹാജരില്ലാത്ത ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ പരിശോധിച്ച് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം പരിശോധിച്ച് ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. പ്ലീസ് ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ല. പ്പെടുത്തുകയാണ്. ഇത് പരിശോധിച്ചാൽ രേഖയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാം, അത് അവർക്കും അറിയാം. പക്ഷേ ഇത് മാധ്യമങ്ങളുടെ തലക്കെട്ടിന് വേണ്ടിയാണ് സാർ ഈ സഭയിൽ ആവർത്തിച്ചത്. അതിന് സഭയെ ദുരുപയോഗിക്കാൻ അനുവദിക്കരുത്, ചെയർ അതിന് അനുവദിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കുന്നത്.